Hi everyone, it's me Safiruddin. Welcome to my channel Safir Talks. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ വളരെ യൂസ്ഫുള്ളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറബി പഠിക്കുന്നവർക്കും അറബി പഠിപ്പിക്കുന്നവർക്കും അല്ലാത്ത സാധാരണ ജനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോയുമായിട്ടാണ്. വീഡിയോയിലോട് കടക്കുന്നതിന് മുമ്പ് എന്നും പറയുന്നത് പോലെ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾക്കറിയാം, നമ്മൾ അറബി ഭാഷയിൽ ഒരുപാട് മറ്റു ഭാഷകളിൽ എന്ന പോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും എന്ന പോലെ അറബി ഭാഷയിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഉണ്ട്. ഓക്കെ, അദവാത്തുൽ ഇസ്തിഫ്ഹാം, അറബിക്കിൽ നമ്മൾ പറയുക അദവാത്തുൽ ഇസ്തിഫ്ഹാം, ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്നൊക്കെ പറയും. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ ഏതൊക്കെയാണ്, എന്താണ് അതിൻ്റെ മീനിങ്, എന്താണ് അതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, വെൻ ഇറ്റ് ക്യാൻ യൂസ്, what are the difference between, if there is any difference are there between those words that we are going to discuss today. Okay, let us start our class. First, I am going to read. അത് ഞാൻ ഒന്നായിട്ട് ഓരോന്ന് വായിക്കാൻ പോവാണ്. മാ, മൻ, മാദ, ഐന, കൈഫ, കം, മത, ലിമാദ, ഹൽ, അൽ ഹംസ. ഓക്കെ, ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു റെഡ് മാർക്കിൽ ഞാൻ ഇത് ഏത് സമയത്താണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ ഞാൻ അതിന്റെ എക്സാമ്പിളുകൾ വിത്ത് എക്സാമ്പിൾ ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, ഫസ്റ്റ് വൺ വി ക്യാൻ ടേക്ക് മാ ആൻഡ് മൻ. നിങ്ങൾക്കറിയാം, മായും മന്നും വി ആർ യൂസിങ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാ ആൻഡ് മൻ? വെൻ വി ക്യാൻ യൂസ് മാ, വെൻ വി ക്യാൻ യൂസ് മൻ. എന്താണ് മന്നും മായും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്കറിയാം, മാ എന്നതിന് ഞാൻ ഒയർ ആക്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തത് എന്നാണ്, നോൺ ഇന്റലിജൻസ്. ആക്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളത് എന്നാണ്. അപ്പോൾ അറബി ഭാഷയിൽ മാ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത്, മാ എന്ന് ഉപയോഗിക്കുന്നത് ഒയർ ആക്കിൽ, അതായത് ആക്കിൽ എന്നതുകൊണ്ട് അറബി ഭാഷയിൽ ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ മാത്രമാണ്, ഫോർ ഹ്യൂമൻ. മനുഷ്യനല്ലാത്ത എല്ലാ വസ്തുക്കൾക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഓയർ ആക്കിൽ. അത് നമ്മൾ ഉപയോഗിക്കുക മാ. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു പേന കാണിച്ചിട്ട് നമ്മൾ ഒരിക്കലും മൻ ഹാദ എന്ന് ചോദിക്കില്ല. കാരണം ആ പേന എന്നുള്ളത് എന്താണ്? ഓയർ ആക്കിലാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഓയർ ആക്കിൽ ഉപയോഗിക്കേണ്ടത് മാ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടത്, വി ഷുഡ് ആസ്ക് മാ ഹാദ, വാട്ട് ഈസ് ദിസ്? ഹാദ ഖലമുൻ, ദിസ് ഈസ് എ പെൻ. മാ ഹാദിഹി, what is this? ഹാദിഹി ത്വാബിലത്തുൻ, ദിസ് ഈസ് എ ടേബിൾ. അണ്ടർസ്റ്റുഡ്? അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ മാ എന്നാണ്, മൻ എന്നല്ല. കാരണം അവിടെ ഒക്കെ ഉപയോഗിച്ചത് എന്താണ്, എന്തിനു ചൂണ്ടിക്കാട്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്? അതൊക്കെ ഓയർ ആക്കിലാണ്, ബുദ്ധിയില്ല. അതായത് മനുഷ്യനല്ലാത്ത വസ്തുക്കൾക്കൊക്കെ, തിങ്സിനൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? മാ എന്നാണ്. എന്നാൽ ആക്കിലായ സംഗതികൾക്ക്, അതായത് ഒരു മനുഷ്യനെ കാണിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, ഒരിക്കലും നമ്മൾ മാ ഹാദ എന്ന് ചോദിക്കില്ല. അവിടെ ഇൻസ്റ്റെഡ് ഓഫ് മാ വി ഷുഡ് ആസ്ക് വാട്ട്? Man. For example, we can ask man hada, who is this? Who is this? Hada waladun, this is a boy. Understood? Boy, it is a human, no, so we should use man, do not use mada. Another example, man hadihi, who is this? Hadihi bintun, this is a girl. Understood? Ma, it is using for oil or active things, and man we are using for whom, you know, it is using for akil. Akil means for only human we can use man. Did you understand? Okay, hope you understood. Next, mada. Mada meaning what? Mada meaning what? Meaning is what? Mada meaning what? So we can we can use one example. Mada fi yadika, what is in your hand? എന്താണ് നിന്റെ കയ്യിലുള്ളത്? മനസ്സിലായോ? നമ്മൾ മാതാ എന്നതിന്റെ അർത്ഥം എന്താണ്? എന്ത്. അനദർ എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ചോദിക്കാം. മാതാ ഫി ബൈത്തിക, വാട്ട് ഈസ് ഇൻ യുവർ ഹോം? നിന്റെ വീട്ടിലുള്ളത് എന്താണ്? ഓക്കെ, മാതാ എന്നതിന്റെ അർത്ഥം എന്താണ്? എന്ത്. മാ എന്നുള്ളതിന്റെ അർത്ഥവും എന്താണ്? എന്ത്, വാട്ട്. മൻ എന്നതിന്റെ അർത്ഥം എന്താണ്? ഹു, ആര്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി നമുക്ക് നാലാമത്തിലോട്ട് പ്രവേശിക്കാം. ഐന.
ഐന, what is the meaning? Meaning of ഐന is where. മലയാളത്തിൽ നമ്മൾ പറയും എവിടെ. അത് എങ്ങനെയാണ്, ഏത് അവസരത്തിലാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസിങ് ഫോർ ലിൽ മക്കാൻ, പ്ലേസ്, സ്ഥലങ്ങളാണ് ചോദിക്കുക അല്ലെ. സ്ഥലങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഐന എന്ന് ഉപയോഗിക്കാറ്. മീനിങ് വാട്ട്? where. For example, ഐന ബൈതുക, where is your home? ഐന മദ്രസതുക, where is your school? We are using ഐന. ഐന, what is the meaning? where. മലയാളത്തിൽ എവിടെ? ഐന ബൈതുക, നിന്റെ വീട് എവിടെയാണ്? ഐന മദ്രസതുക, നിന്റെ സ്കൂൾ എവിടെയാണ്? So we are using ഐന for getting the meaning of place. Okay, for place we are using ഐന, meaning what? where. മലയാളത്തിൽ എവിടെ. Next, കൈഫ. കൈഫ, it is നമുക്ക് പരിചിതമായ familiar one usage is കൈഫ ഹാലുക്. കൈഫ, it is using for ഹാൽ, condition, ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതിനാണ്. നമ്മൾ ചോദിക്കാറുണ്ട് കൈഫൽ ഹാൽ, how are you? എങ്ങനെയുണ്ട് നിനക്ക്, സുഖമാണോ? how are you എന്ന് ചോദിച്ച് കൈഫ ഹാലുക് എന്ന് ചോദിച്ച് എങ്ങനെ അറബിയിൽ പറയാം? what is the reply? സൈൻ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ അന ബിഖൈർ. Okay, طيب alhamdulillah. There are different answers for that. Okay, so kaifa using for hal, ഒരു അവസ്ഥയെ പറ്റി ചോദിക്കുന്നതിന്. For example, we can use another one. Kaifa imtihanuka, how was your exam? നിന്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷയുടെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് കൈഫ എന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഹാൽ, ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതിനാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തിലൂടെ പ്രവേശിക്കാം. നെക്സ്റ്റ്, കം. കം, ഇറ്റ് ഈസ് യൂസിങ് ഫോർ അദദ്. അദദ് മീൻസ് നമ്പേഴ്സ്, നമ്പറുകളെ സൂചിപ്പിക്കുന്നതിന് കം എന്നത് ഉപയോഗിക്കുന്നതിന് അദദ് എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ അതിന് ഹൗ മച്ച്, ഹൗ മെനി എന്നുള്ള പ്രയോഗങ്ങൾക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കും? കം എന്നാണ് ഉപയോഗിക്കുക. നമുക്ക് വി ക്യാൻ ടേക്ക് വൺ എക്സാമ്പിൾ. കം ഖലമൻ ഫി ഹഖീബതിക്, ഓർ കം ഖലമൻ ഫി ജൈബിക്. ഹൗ മെനി പെൻസ് ആർ there in your pocket? കം ഖലമൻ fi jaybika. Jayb means pocket. How many pens are there in your pocket? How many? So we can use for how many and how much. എത്രയുണ്ട്, എത്ര പേനകളുണ്ട് നിന്റെ പോക്കറ്റിൽ. ഓക്കെ, എത്ര എന്നുള്ളതിന് അദദാണ്, അതൊരു നമ്പർ ആണല്ലോ. അതുകൊണ്ടാണ് കം എന്നത് അദദിനെ സൂചിപ്പിക്കുന്നത്, ഒരു അഥവാ തുൽ ഇസ്തിഫാമാണ്. ഓക്കെ, in English we can use how many or how much. There are two forms. Okay, but in Arabic only കം we can use for both. Understood? Next, mata. It is using for zaman, zaman time, ഒരു കാലത്തെ സൂചിപ്പിക്കുന്നതിനാണ്. For example, mata tadhhabu ila madrasatik. When are you going to your school? When are you going to your school? നീ എപ്പോഴാണ് നിന്റെ സ്കൂളിലോട്ട് പോകുന്നത്? mata wasalta fi baytika. When did you reach at home? നീ എപ്പോഴാണ് നിന്റെ വീട്ടിലോട്ട് എത്തിയത്? ഇതൊക്കെ ഒരു കാലത്തെ സൂചിപ്പിക്കുന്നതാണ്, ഒരു സമാനിനെ സൂചിപ്പിക്കുന്നതിനാണ്. അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? മത, ലിസമാൻ. മത is what is the meaning? when. മലയാളത്തിൽ പറയുമ്പോൾ എപ്പോൾ. ഓക്കെ, നെക്സ്റ്റ്, ലിമാദ. ലിമാദ മീനിങ് ഇറ്റ് ഈസ് യൂസിങ് ഫോർ സബബ്, ഒരു കാരണത്തിന്. ഇംഗ്ലീഷിൽ അതിന് പറയും നമ്മൾ വൈ എന്ന് ഉപയോഗിക്കും, ഫോർ വാട്ട് എന്ന് ഉപയോഗിക്കും. മലയാളത്തിൽ വരുമ്പോൾ ലിമാദ എന്തിന്, എന്തുകൊണ്ട്. എക്സാമ്പിളോട്ട് വരുമ്പോൾ ലിമാദ തഅഖർത അൽയൗം, വൈ ആർ യു ലേറ്റ് ടുഡേ? നീ എന്തുകൊണ്ടാണ് വൈകിയത് ഇന്ന്? മീനിങ് എന്താണ്? നീ എന്തുകൊണ്ടാണ് ഇന്ന് വൈകിയത്? വൈ ആർ യു ലേറ്റ് ടുഡേ? ലിമാദ തഅഖർത അൽയൗം. ലിമാദ എന്നത് വൈ ആർ യു, ഓക്കെ, ഫോർ വാട്ട് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ്, എന്തിനാലാണ്, ഇതൊക്കെ ഉപയോഗിക്കുന്നതിനാണ് ഒരു സബബ്. There should be a reason, a reasonable. So for a reason it is using, this question form is using limada. And last two things you can see that hal and hams. Okay, it is using to get the answer will be na'am or la. Yes or no question ആണ്. hal വന്നാലും hams വന്നാലും yes or no question ആണ്. ഒന്നെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? യെസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ലാ എന്നായിരിക്കും. അറബിയിലാകുമ്പോൾ നഅം meaning yes, അല്ലെങ്കിൽ la meaning no. For example, I will tell you. നമുക്ക് ചോദിക്കാം, ഹൽ അൻത ത്വാലിബുൻ, ആർ യു എ സ്റ്റുഡന്റ്? അതിന് ആൻസർ ഒന്നെങ്കിൽ നഅം അന ത്വാലിബുൻ, ഐ ആം എ സ്റ്റുഡന്റ്. ഒന്നെങ്കിൽ എന്തായിരിക്കും? ലാ അന ലാ ത്വാലിബുൻ, നോ ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. അപ്പൊ രണ്ട് ചാൻസ് ഉണ്ട്. ഇനി ഹല്ല് ഉപയോഗിച്ച പോലെ തന്നെ ഹംസും നമുക്ക് ഉപയോഗിക്കാം. ഹംസ് എങ്ങനെ ഉപയോഗിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത്. അൻത, ആ പ്ലസ് അൻത. ആ എന്നുള്ളത് ആ ഹംസ എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ ഫോം ആണ്. അതാണ് ഇവിടെ ഹംസ ഞാനെന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ്? ഹൽ ചോദിച്ച പോലെ
anta. A plus hamza plus anta. Anta darisun. Are you a student? Anta tabibun. Are you a doctor? Answer may be na'am, ana tabibun. Yes, I am a doctor. Or la, no, ana la talib. I am not a doctor. Understood? അപ്പോൾ ഹല്ലും ഹംസയും എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതൊന്നെങ്കിൽ നഅം ആയിരിക്കും അതിന്റെ ആൻസർ, അല്ലെങ്കിൽ ല ആയിരിക്കും. മനസ്സിലായോ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ പലപ്പോഴും അറബി ഭാഷയിൽ തെറ്റിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് നമുക്ക് ഒരു പക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാവാം. പല ആളുകളും നമ്മുടെ അധ്യാപകരായാലും നമ്മുടെ കുട്ടികളായാലും നമ്മൾ സാധാരണക്കാരേക്ക് തെറ്റിപ്പോകുന്ന ഒരു സംഗതി ഞാനിവിടെ പറഞ്ഞു തരാം. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഈ അദവാത്തു ഇസ്തിഫാമിന്റെ കൂടെ മൻഫി നഫി വരുമ്പോൾ, അദവാത്തുൽ ഇസ്തിഫാം പ്ലസ് ഒരു മൻഫി ഫോമും കൂടെ വരുമ്പോൾ അതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും? ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, അലം തറ ഹദീഖതന. അലം തറ ഹദീഖതന. നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ പ്ലസ് ലം. ആ എന്നുള്ളതാണ് ഹംസ. അതൊരു ക്വസ്റ്റ്യൻ ഫോമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്ങനെയാണ്? ആ പ്ലസ് ഹംസ പ്ലസ് ലം. ലം എന്നുള്ളത് നിങ്ങൾക്കറിയാം, അത് നഫിയാണ്, മൻഫിയാണ്. അപ്പോ ക്വസ്റ്റ്യൻ ഫോം, ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് മൻഫി വന്നു. അങ്ങനെ വരുമ്പോ അതിന്റെ ആൻസർ എന്തായിരിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ ആൻസർ പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഡിഡ് യു സീ അവർ ഗാർഡൻ? നിങ്ങൾ ഞങ്ങളുടെ ഗാർഡൻ കണ്ടിട്ടുണ്ടോ എന്നാണ് അതിന്റെ ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ ഉത്തരം പറയാ? ഒരിക്കലും അതിന്റെ കണ്ടിട്ടുണ്ട് എന്നാണെങ്കിൽ അതിന്റെ ഉത്തരം ഡു നോട്ട് സേ നഅം. ഒരിക്കലും നമ്മൾ നഅം എന്ന് പറയരുത്. അത് പോസിറ്റീവ് ആണെങ്കിൽ, ഇഫ് ദ ആൻസർ ഈസ് പോസിറ്റീവ്, വി ഷുഡ് സേ ബലാ. വാട്ട്? ബലാ. അതെ, ബല എന്ന് പറയണം. ഇനി നമ്മൾ എന്ത്? നോ എന്നാണ്, ഇല്ല കണ്ടിട്ടില്ല എന്നാണെങ്കിൽ അതിന്റെ ഉത്തരമെങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടത്? ലാ എന്നല്ല, എന്താണ്? നഅം എന്നാണ്. മനസ്സിലായോ? If the answer is positive, okay, if you want to get the meaning of yes, you should use bala. Understood? If you want to get the negative meaning, you mean no, you should use na'am. Understood? But most of the people, നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അറിയാതെ നിങ്ങൾ അലം തറ ഹദീഖതന എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഞങ്ങളുടെ പൂന്തോട്ടം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പം നഅം എന്ന് പറയും. അവിടെ നഅം എന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ മീനിങ് കിട്ടുന്നത് എന്താണ്? ലാ എന്ന മീനിങ്ങിലോട്ടാണ് പോകുന്നത്. ശരിക്കും അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ബലാ എന്നാണ്. ഒരിക്കലും എന്തല്ല? ലാ എന്നല്ല. ഓക്കെ, ഇഫ് ദാറ്റ് ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയാം ബലാ. ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? നഅം. ഇത് പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന ഒരു സംഗതികളാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ വായിക്കാം. അദവാത്തുൽ ഇസ്തിഫാം ക്വസ്റ്റ്യൻ വേർഡ്സ്: മാ, മൻ, മാദാ, ഐന, കൈഫ, കം, മത, ലിമാദാ, ഹൽ, അൽ ഹംസ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വല്ലട്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ഷുഡ് ആസ്ക്, you should comment it, okay? And one more time I am saying, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. വളരെ പ്രധാനപ്പെട്ട, വളരെ യൂസ്ഫുൾ ആയ സംഗതികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സംഗതികൾ നിങ്ങൾ എല്ലാവരിലോട്ടും ഷെയർ ചെയ്യണം. ഒരു നല്ല കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വളരെ വ്യത്യസ്തമായ, വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തുന്നതാണ്. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.